ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്നുള്ളത് എൻ്റെ അമ്മമ്മയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് എന്തിനാണ് അങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ ഇവിടെയുള്ള അമ്മമ്മമാർ ഇച്ചു ജനിക്കുന്നതിന് മുന്നേ ഒരു വഴിപാട് നടന്നിട്ടുണ്ടായിരുന്നു. അവന് ഇവിടുത്തെ അമ്പലത്തിനോട് ചോറ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ കഥയിലെ നായകനെ എടുത്ത് നടക്കുന്ന ആളാണ് കേട്ടോ എൻ്റെ അച്ഛൻ. അപ്പോൾ കുട്ടിയുടെ അച്ചാച്ചൻ കുട്ടിക്ക് തൊഴുത്തിലെ പശുവിനൊക്കെ കാണിച്ചു കൊടുക്കായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത ടാസ്ക് എന്നുള്ളത് ഈ ബാലഗോപാലിനെ എണ്ണ വെച്ച് കുളിപ്പിക്കലാട്ടോ. കുളിപ്പിക്കുന്ന സമയത്ത് ആൾക്ക് എണ്ണ തേപ്പിക്കുന്നതും വെള്ളം മേത്തൊഴിക്കുന്നതും ഒക്കെ ഇഷ്ടം കേട്ടോ. പക്ഷെ തല തോർത്തുന്ന സെക്ഷൻ മൂപ്പർക്ക് തീരെ പിടിക്കില്ല. ഇച്ചുൻ്റെ അമ്മായി അങ്ങനെ പുറപ്പാടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കണായിരുന്നു. നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് ചോറ് കൊടുക്കാൻ പോകുന്നത് പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ഈ അമ്പലപ്പാറ മംഗലാംകുന്ന് ഭാഗത്താണോ ഈ അമ്പലം ഉള്ളത്. പിന്നെ മംഗലാംകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തിന് ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ലല്ലോ, ഫേമസ് അല്ലേ. ചോറ് കൊടുക്കാൻ ഒരു 9 മണി 9:30 ആകുമ്പോഴേക്ക് എത്താൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ പറഞ്ഞ സമയത്തിന് ഞങ്ങളൊരു സ്ഥലത്തെത്തുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി അച്ഛനെ അമ്മേനെയൊക്കെ ഇവിടെ കൊടുന്നാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴയായ കാരണം പിന്നെ വേറെ വണ്ടി വിളിക്കാൻ നിന്നില്ല. അപ്പോൾ ഞാൻ തന്നെ കാറിൽ കൊടുന്നാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഇച്ചുതേ മുണ്ടൊക്കെ എടുത്തിട്ട് ചോറുണ്ണാൻ തയ്യാറായിട്ടോ. ഗൈസ്, എൻ്റെ മകനായതുകൊണ്ട് പോയെത്തി പറയില്ല, മൂപ്പരാളെ കൊണ്ട് നമുക്കൊരു ശല്യമില്ല കേട്ടോ. കാരണം അടങ്ങി ഒതുങ്ങി ഇരിക്കും ഒരു ഭാഗത്ത്. അനാവശ്യമായിട്ടുള്ള കരച്ചിലോ വാശിയോ കാര്യങ്ങളോ ഒന്നും അവനില്ല. ഇപ്പോൾ വഴി കൂടെ പോകുന്ന ഒരാൾ കൈയാട്ടിയാൽ പോലും അവൻ ചാടിപ്പോവും കേട്ടോ. ഒരു ചിരിയും പാസ്സാക്കിയിട്ട് ആൾ ചാടിപ്പോവും. അങ്ങനെ ചോറുണ്ണലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് നേരെ പോകുന്നത് അവിടുത്തെ ക്ഷേത്രകുളത്തിലേക്ക് കേട്ടോ. കാലിൽ മീൻ കൊത്തുമ്പോഴുള്ള എക്സ്പ്രഷൻ നിങ്ങൾ കാണുന്നത്. പിന്നെ അതെ ഫ്രഷ് പോസ് തരാൻ വേണ്ടി വന്നിട്ടുള്ള ഭാര്യ. പിന്നെ ഞങ്ങൾ കുളത്തിൻ്റെ അങ്ങോട്ട് വന്നത് അറിഞ്ഞിട്ട് തീരെ സൗകര്യമില്ലാണ്ട് വന്ന് എത്തി നോക്കുന്ന അച്ഛനാട്ടോ. അങ്ങനെ ഏകദേശം ഒരു 11 മണി 11:30 ആകുമ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് പോകാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ അവിടെ വെളിച്ചപ്പാടിൻ്റെ കൽപ്പനയും കൂടി കേട്ടിട്ട് പോകാനുള്ള പ്ലാനിലായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ അമ്പലത്തിൻ്റെ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോകാം കേട്ടോ. എൻ്റെ അച്ഛൻ ഭയങ്കര അധ്വാനിയാണ് കേട്ടോ ഗൈസ്. എവിടെ പോയാലും ആൾ വെറുതെ ഇരിക്കില്ല. വീട്ടിലായാലും അമ്മയുടെ വീട്ടിലായാലും അമ്മമ്മയുടെ വീട്ടിലായാലും മൂപ്പർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഇപ്പോൾ നിങ്ങൾ ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം 4 മണിയാകുമ്പോൾ ഒന്ന് കറങ്ങാൻ ഇറങ്ങി കേട്ടോ. കറങ്ങാൻ മീൻസ് വീടിൻ്റെ അടുത്തുള്ള പാടവും കാര്യങ്ങളൊന്ന് കാണാൻ ഇറങ്ങി കേട്ടോ. സത്യത്തിൽ കൊല്ലത്തിൽ 1-2 തവണ മാത്രമേ കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വരാറുള്ളൂ. മെയിനായിട്ട് ഇവിടുത്തെ പൂരത്തിൻ്റെ അന്നാണ് ഞങ്ങൾ വരിക. അതും രാത്രി വന്നിട്ട് രാവിലെ പൂരവും കണ്ടിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പോവും. സത്യം പറഞ്ഞാൽ ഈ നാട് ഭയങ്കര ഒരു വൈബുള്ള നാടാണ് കേട്ടോ. ഒരു നാട്ടിൻപുറം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും മുള്ളുവേലികളും ഇടവഴികളൊക്കെ ഉള്ള ഒരു നാടാണ് കേട്ടോ ഇത്. പണ്ട് ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ എൻ്റെ അമ്മയും മാമന്മാരൊക്കെ ഇവിടുത്തെ കഥ പറഞ്ഞു കേട്ടോ. ഈ ഒടിയന്മാരുടെ കഥയും പ്രേതങ്ങളുടെ കഥയൊക്കെ. അപ്പോൾ ആ കാലത്തൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇങ്ങോട്ട് വരാനും ഇവിടെ നിൽക്കാനൊക്കെ. എൻ്റെ മാമനൊക്കെ ഒടിയനെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് വരെ പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരായിട്ട് പോകുന്ന കാരണം കൊണ്ട് ഞങ്ങൾക്ക് അധികം ഗ്രാമഭംഗി ആസ്വദിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. വന്നവരൊക്കെ ഓരോരുത്തരായിട്ട് പോയി തുടങ്ങി. ഈ ഒരു ഫംഗ്ഷന് വേണ്ടി മാത്രം വന്നവരാട്ടോ ഇവരൊക്കെ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി തിരിച്ചു വരുന്നവരെ കാത്തു നിൽക്കായിരുന്നു കേട്ടോ ഇവരൊക്കെ ഞങ്ങളോട് യാത്ര പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളും ഇറങ്ങിട്ടോ. ഇനി സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടമാണ്. ഇനി ഈ വീട്ടിൽ 2 അമ്മമ്മമാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞങ്ങളൊക്കെ പോവാന്ന് പറഞ്ഞപ്പോൾ തന്നെ 2 പേരുടെ മുഖം ആകെ വാടി തുടങ്ങിയിട്ട് കേട്ടോ. അങ്ങനെ മനസ്സോടെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിട്ടോ. അപ്പോൾ നാളെ അനിയത്തിയുടെ ആദ്യത്തെ കോളേജിലെ ദിവസം കേട്ടോ. അപ്പോൾ അവൾക്ക് ബാഗില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ബാഗ് മേടിക്കാനും പിന്നെ കുറച്ച് ഡ്രസ്സ് മേടിക്കാനും പോയതായിരുന്നു. സമയം ഓൾറെഡി 9 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഡ്രസ്സും കൂടി സെലക്ട് ചെയ്താൽ നേരം വൈകുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് പോയത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലത്തെ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ പരിമിതികൾ ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ. ബൈ.